നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മളിന്ന് കുറച്ച് നമുക്കൊരു ഫംഗ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് സാരീസ് ഉണ്ട്. ബ്രൈഡൽ സാരി ടൈപ്പ് 3 സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ടിഷ്യൂ സോഫ്റ്റ് സിൽക്സ് സാരീസ് 2 പിന്നെ ഒരു സാമുദ്രികപ്പെട്ട മോഡലിലെ ഒരു സാരി 3 നമുക്ക് വെഡിങ്ങിനും ഫംഗ്ഷൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ 3 സുങ്കുടി സാരീസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വ്യൂ കാണിക്കുന്നില്ല, കാരണം വെച്ചാൽ നിങ്ങളെ പിന്നീട് ഞാൻ ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ സാരിയുടെയും വീഡിയോസ് ഇടുന്നതായിരിക്കും. ആർക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡേ ലൈറ്റിൽ എന്റെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ ഓരോന്നും ഷെയർ ചെയ്യും. നിങ്ങൾക്ക് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഡീറ്റെയിൽ ഉള്ള പല്ലു, അതിന്റെ ബ്ലൗസ് പീസും ഒക്കെ എങ്ങനെ വരാമെന്ന് കാണിക്കാമേ. ഇപ്പൊ ഈ കളക്ഷൻസ് വന്നപ്പോൾ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. പനി ആയതുകൊണ്ട് ത്രോട്ടിന് കുറച്ച് സൗണ്ടിന് പ്രശ്നമുണ്ട്, എല്ലാവരും ക്ഷമിക്കുമല്ലോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന സാരി എന്റെ അമ്മയുടെ സാരിയാണ്. ബ്ലൗസ് അമ്മ തയ്ച്ചു തന്നാണ്. അപ്പൊ നമുക്ക് സാരി ആദ്യം കണ്ടു തുടങ്ങാം. ആദ്യം കൊണ്ടുവയ്ക്കുന്നത് സാധാരണ ഞാൻ ഒരുപാട് വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒന്നും സാധാരണ കൊണ്ടുവരാറില്ല. അപ്പം ഈ സാരി നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഒരു ഗ്രീൻ ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള കളേഴ്സ്, ഒരു മജന്തായും പോലെ ഒരു മജന്തായും ഒക്കെ ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡഡ് ഇതാണ്. 2 സൈഡിലും ബോർഡർ വരുന്നത് എങ്ങനെയാണ്. ഇതിന്റെ പല്ലുവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലുവും ബ്ലൗസ് പീസും ആണ് ഇതിന് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ ഞാൻ നിങ്ങളെ പിന്നീട് കാണിക്കുന്നതായിരിക്കാം. ഇതിന് 1900 rupees പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് വരുന്നത്. ടിഷ്യൂ സോഫ്റ്റ് സിൽക്ക് സാരിയാണ്, കാഞ്ചീപുരം. അടുത്തത് വരുന്ന സാരി ഒരുപാട് വൈബ്രന്റ് കളർ ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ബ്രൊക്കേഡ് വിവിംഗ് പാറ്റേൺ വന്നിട്ടുണ്ട്. ഇവിടെ സെറി ബോർഡർ വന്നിട്ടുണ്ട്. ഇതിന്റെ 2 സൈഡിൽ, ഒരു സൈഡിലെ ബോർഡർ ഇങ്ങനെയാണ് വരുന്നത്, മറു സൈഡിലെ ബോർഡർ നല്ല വീതിക്കാണ് വരുന്നത്. ഇതിന്റെ പല്ലും ബ്ലൗസ് പീസും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചേഴ്സ് ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കുവേ. അടുത്തത് വന്നിരിക്കുന്നത് ഒരു സാമുദ്രികപ്പെട്ട മോഡൽ സാരീസ് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, ബ്രൈഡൽ സാരി. അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു സാരിയാണ്. സിൽവർ കളർ ഷെയ്ഡ്സിലുള്ള പീസസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്. പക്ഷെ എനിക്ക് 3 സാരികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഇതിന് ഒരു ബ്ലാക്ക് കളറിലെ ഇതുപോലത്തെ ബോർഡർ വന്നിട്ടുണ്ട്. ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലു കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ സാരിക്ക് പ്രൈസ് വന്നിരിക്കുന്നത് 1600 rupees പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ്. ഇതിന്റെ കൂടെ ഒരു സ്റ്റോൺ ജ്വല്ലറി ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. മറ്റേത് രണ്ടും ഒരു ഇച്ചിരി വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഇതൊരു എപ്പോഴും ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഒരാൾക്കൂട്ടത്തിൽ ഡിഫറെന്റ് ആയിട്ട് നിൽക്കാനുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു സാരിയാണിത്. അപ്പം ഇത് 3 നമുക്ക് ഒരു ബ്രൈഡൽ സാരി കളക്ഷൻസിൽ വന്നിരിക്കുന്ന 3. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂസും ഫോട്ടോസും ഒക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കുവേ. അപ്പൊ നമ്മുടെ 3 മധുരൈ സുങ്കുടി സാരീസ്, മധുരയുടെ സുങ്കുടി സാരീസിന്റെ വിത്ത് ബ്ലൗസോടുകൂടി വന്നിരിക്കുന്നതാണ്. അപ്പം അതുകൂടി കാണാം നമുക്ക്. 1 റെഡും മെറൂണോട് ചേർന്നൊരു കളറാണ്. ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് അല്ല, സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ എല്ലാം കളർ കുറച്ച് വ്യത്യാസം കാണും, അത് മനസ്സിൽ വെക്കുക. വന്നിരിക്കുന്നത് നല്ലൊരു ബോർഡർ ആണ്. ഇതേപോലെ തന്നെ സെയിം തന്നെ ഉള്ള ബ്ലൗസ് പീസും വന്നിട്ടുണ്ട്. ഇതിനകത്ത് റണ്ണിങ് ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് വേറെ 2 കളേഴ്സിലുണ്ട്, അതുകൂടെ കാണാം. അടുത്തൊരു കോഫി ബ്രൗൺ ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നമ്മൾ സാധാരണ റെഡ് ഒക്കെ കോമൺ ആയിട്ട് കാണുന്നതാണെങ്കിലും കോഫി ബ്രൗൺ ഷെയ്ഡ് നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്നതല്ല. എനിക്ക് ഈ സാരീസിനോട് പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ, മധുരൈ സുങ്കുടി സാരീസിനോട്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ വരുമ്പോൾ അതിന്റെ പാക്കേജ് ഒക്കെ പൊട്ടി ഇങ്ങനെ തൊടുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണിത്. ഇതിന്റെ ഓൾറെഡി ഞാൻ ഇതിന്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു സൺലൈറ്റിലാണ് ഉണക്കി എടുക്കുന്നത്, അതിനോട് ഡസ്റ്റും പൊടിയൊക്കെ കാണുന്നതിനകത്ത്. പിന്നെ നമ്മൾ വളരെ പഴയ ഒരു രീതിയിലുള്ള ടെക്നിക്സിലും ഡൈയിങ് മെത്തേഡ്സിലും വീവിങ്ങിലും ഒക്കെ ചെയ്യുന്ന ഒരു സാരീസ് ആണ്. ബ്രൗൺ ഷെയ്ഡ് നമ്മൾ അങ്ങനെ അധികം കാണുന്ന ഷെയ്ഡല്ല, അതുകൊണ്ടാണ് ബ്രൗൺ ഷെയ്ഡ് ചൂസ് ചെയ്തത്. നമുക്ക് അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡാണേ. നല്ല ഭംഗിയുള്ളൊരു പീസാണേ. എല്ലാം വന്നിരിക്കുന്നത് ഏകദേശം സെയിം ബോർഡേഴ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് കാണിച്ചിരിക്കുന്ന കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൈസ് നമ്മൾ ഇട്ടിട്ടില്ല, നമ്മൾ ഇതൊന്നും പേജിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പേജിൽ അധികം താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്രിസ്മസിന്റെ വേറെ കളക്ഷൻസും വന്നിട്ടുണ്ട്. അതുമായിട്ട് ഉള്ള വീഡിയോ അധികം താമസിയാതെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേജ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ കാണാൻ പറ്റും. പേജിന്റെ പേര് രൂപകല ക്രിയേഷൻസ് ബൈ പ്രീതാമേരി എന്നാണ് ഫേസ്ബുക്ക് പേജിന്റെ പേര്. അതുപോലെ തന്നെ ഞാൻ പ്രൈസ് എപ്പോഴും വിസിബിൾ ആയിട്ട് എല്ലാവർക്കും കാണാവുന്ന രീതിയിലാണ് പ്രൈസ് നമ്മൾ എപ്പോഴും ഇടുന്നത്. അത് തന്നെ ഇനി ഇൻബോക്സിൽ വരാനോ ഒന്നും ഞാൻ പറയാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സെല് ചെയ്യുന്ന പല ആളുകളുണ്ട്. സെയിം സാരി തന്നെ പല പ്രൈസിനാണ് വെക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ വെക്കുന്ന വിലയേക്കാൾ കുറവ് വിലയ്ക്കും കൂടിയ വിലയ്ക്കും ഒക്കെ വെക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത് ഹാൻഡ് സ്റ്റോക്ക് ആയിട്ട് വെക്കുന്ന ആളുകൾ എപ്പോഴും അറിയാം, കയ്യിൽ കൊണ്ടുവന്ന സാധനം ചെക്ക് ചെയ്ത് നമ്മൾ കൊറിയർ ചാർജസ് മുടക്കി കൊണ്ടുവന്ന് നമുക്ക് ഒരിക്കലും അല്ലാത്ത വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഡയറക്റ്റ് വെൻഡേഴ്സ് തന്നെ അയച്ചു കൊടുക്കുന്നവരുണ്ട്.
നമ്മുടെ കയ്യിൽ സാധനം എത്താതെ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എനിക്കും വില കുറച്ച് തരാൻ പറ്റും. പക്ഷെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാത്തത് എനിക്ക് തന്നെ സാധനം കണ്ട് അതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മള് വില വളരെ സുതാര്യം, നമ്മൾ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെയാണ് വില ഇടുന്നത്. അപ്പൊ ഞാൻ ഇടുന്ന വിലയെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്ങനെയാണ് എനിക്ക് ആവുന്ന എക്സ്പെൻസസും ഒക്കെ കൂടിയിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പം ഇതിലും കുറവ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ മാറിയത് നമ്മൾ കമ്പൽ ചെയ്യില്ല. അപ്പൊ പ്രൈസ് ഞാൻ എല്ലാത്തിന്റെയും ഇടാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓൾറെഡി. അപ്പൊ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പേജിൽ അപ്ലോഡ് ചെയ്യും. നമ്മുടെ മറ്റു പ്രൊഡക്ട്സ്, ഓർണമെന്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പേജ് വിസിറ്റ് ചെയ്താൽ, ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഡോക്ല ക്രിയേഷൻസ് ബൈ പ്രീത മരുന്നുണ്ട് ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.